നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്ന് അടീനിയത്തിൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ മാർച്ച് മാസത്തിൽ അടീനിയത്തിന് നൽകേണ്ട വളങ്ങൾ എന്ന ഒരു വീഡിയോ ക്യാപ്ഷൻ കണ്ടു. അതുപോലെ മറ്റൊന്നിലുണ്ടായിരുന്നത് ഫെബ്രുവരി മാസത്തിൽ അടീനിയത്തിന് ഈ വളം കൊടുത്താൽ പൂവിട്ട് നിറയുന്നു. അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അതായത് നമ്മൾക്ക് അങ്ങനെ ഒരു പ്രത്യേക മാസത്തിൽ അടീനിയത്തിന് വളം കൊടുത്താൽ പൂവിട്ട് നിറയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അതൊരു മാജിക് ഫെർട്ടിലൈസർ ഒന്നും ഇതിന് കൊടുത്തിട്ട് പെട്ടെന്ന് പൂടിപ്പിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ ഏത് ചെടിയാണ്, ഇപ്പൊ അടീനിയത്തിന്റെ കാര്യമാണ്, അടീനിയത്തിന്റെ ഒരു സ്പാൻ ഉണ്ട്. അതായത് മഴ കഴിയുന്ന സമയം തൊട്ട് അടുത്ത മഴ വരുന്ന സമയം വരെ, നവംബർ തൊട്ടിട്ട് മെയ് വരെയുള്ള ഈ സമയമാണ് നമുക്കിവിടെ വെയിലുള്ള സമയം. നവംബറിലും ചിലപ്പോൾ മഴ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നവംബർ കഴിയുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് UV ഷീറ്റിന്റെ അടിയിൽ അടീനിയം വളർത്തുന്ന ആളുകളുണ്ട്. അതുപോലെ സാധാരണ കാർപോർച്ചിന്റെ തിണ്ടത്ത് വെച്ചിട്ട് വെയിൽ തട്ടും മഴ തട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വെച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ നവംബർ ആരംഭത്തിലൊക്കെ ഫോളിയാർ സ്പ്രേ ആയിട്ട് കൃത്യമായ വളം പ്രയോഗിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഈ വളപ്രയോഗത്തിലും ഈ മാജിക് ഫെർട്ടിലൈസറിലും, അതായത് അടീനിയത്തിന് നമുക്ക് പ്രത്യേക വളം കൊടുത്ത് പെട്ടെന്ന് പൂടിപ്പിക്കുക എന്ന് പറയുന്നില്ലേ, നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ എത്ര സമയമാണ് നമുക്ക് വെയിൽ നമ്മളെ നാട്ടിൽ കിട്ടുക, ചൂടും വെയിലും ഉള്ള സമയം എന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു ചെടിക്ക് ഏത് സമയത്താണ് ഇവിടെ പൂ വരുന്നത് എന്ന് കൂടുതലുള്ള കാര്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മളെ വളപ്രയോഗത്തിന്റെ ക്രമങ്ങളാണ്. NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, ഈ 3 വളങ്ങളും ഏതിനൊക്കെയാണ് ഉപയോഗപ്പെടുത്തുക, അതൊക്കെ ഏത് അളവിൽ കൊടുത്താൽ ചെടികൾക്ക് വളരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയതിന്റെ ശേഷമാണ് നമ്മൾ ഈ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അതിലിപ്പോൾ അതല്ലാതെ നമ്മൾ ഒരു വീഡിയോ കണ്ടു, മാർച്ചിൽ ഒരു വളം കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഈ ചായ മതി എന്നാ പറയുന്നത്. ഈ ഒരു ചായ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്താൽ അടീനിയം പൂവിട്ട് നിറയുന്നു. പക്ഷെ നമ്മൾ ഈ മാർച്ചിൽ കൊണ്ടുപോയിട്ട് ഇതിട്ട് വന്നിട്ട് പിന്നെ എപ്പോഴാണ് പൂവുണ്ടാവുക? മാർച്ചിൽ പൂവിട്ട് നിറയണമെങ്കിൽ അതിൻ്റെ മുന്നേ 2 മാസം മുന്നേ വളം കൊടുക്കണം. അതാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ ഒരു ചെടിക്ക് അടീനിയത്തിന് പൂ ഉണ്ടാവുന്ന സമയം, മൊട്ടായി വിരിഞ്ഞു വരാനെടുക്കുന്ന സമയം ഏകദേശം 2 മാസത്തോളം സമയം എടുക്കും. പൊടിപ്പ് വന്ന് മൊട്ട് വന്ന് 45 ദിവസം മുതൽ 60 ദിവസം വരെ സമയം എടുക്കുന്ന. അപ്പൊ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ നവംബർ 1-ാം തീയതി മഴയൊക്കെ കുറഞ്ഞു എന്ന് വിചാരിക്കുക. നവംബർ 1-ാം തീയതി തൊട്ട് ഞാൻ നൈട്രജൻ വളങ്ങൾ അത്യാവശ്യം നന്നായി കൊടുത്തു. ഒരു 15 ദിവസത്തേക്ക് നന്നായി നൈട്രജൻ വളങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ പൊട്ടാഷ് വളങ്ങൾ കൊടുത്തു എന്ന് കരുതുക. അപ്പോൾ നവംബർ കഴിഞ്ഞിട്ട് നവംബർ 1-ാം തീയതി പ്രോസസ്സ് തുടങ്ങിയെങ്കിൽ 2 മാസം, ഡിസംബർ ലാസ്റ്റ് ആകുമ്പോഴേക്കും പൂവ് അത്യാവശ്യം അങ്ങനെ വരും. പക്ഷേ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥയിലെ ചൂട് കൂടിയൊരു ഘടകം, നന്നായി ചൂടും വേണം, അന്തരീക്ഷത്തിൽ ചൂട് വേണം. അങ്ങനെയാണെങ്കിൽ പൂവിട്ട് വരാൻ തുടങ്ങും. ഇനി നിങ്ങൾ ഡിസംബർ മാസത്തിലാണ് ഒരു വളം പ്രയോഗിക്കാൻ തുടങ്ങുന്നതെങ്കിൽ കൃത്യമായ രീതിയിലുള്ള പ്രയോഗമാണ് കേട്ടോ, എന്തെങ്കിലും കൊണ്ടിടല്ല. അങ്ങനെ നിങ്ങൾ വളം പ്രയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, ഡിസംബറിലാണ് പ്രയോഗിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, 1-ാം തീയതിയാണെന്ന് ഒരു ഉദാഹരണത്തിന് 1-ാം തീയതി എന്ന് പറയുകയാണെങ്കിൽ ഡിസംബർ ജനുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും നിറയെ പോരും. ഇപ്പം എനിക്ക് ചെയ്തത് നവംബർ 15-ന് ശേഷം ഞാൻ മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ നന്നായിട്ട് ആദ്യം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ചു. നവംബർ 15-18 ഉള്ളിലാണ് ചെയ്തത്. കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ചു. അതുപോലെ പൊടിക്ക് പകരം റോക്ക് ഫോസ്ഫേറ്റ് അത്യാവശ്യം ഇട്ട് കൊടുത്തു. കുറച്ച് കമ്പോസ്റ്റും കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ഇലവഴി 13, 27, 27, 4 ദിവസം 5 ദിവസത്തെ ഇടവേളകളിൽ ലൈറ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട്. 2 തവണയായിട്ട് DAPയും കൊടുത്തു. 10-15 ദിവസത്തെ ഇടവേളകളിൽ DAPയും കൊടുത്തു. ഇതിങ്ങനെ കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് നവംബർ പകുതി കഴിഞ്ഞതിന്റെ ശേഷം, നവംബർ ഒരു അവസാന ഘട്ടത്തിൽ 30-നോട് അടുപ്പിച്ചെന്ന് കരുതുക, ആ സമയമാകുമ്പോഴേക്കും പൊട്ടാഷ് ചെറിയ തോതിൽ 13, 27, 27 ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തു. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൊടുത്ത വളത്തിന്റെ പവറിൽ പൊടിപ്പ് വന്നിട്ടുണ്ട്. പൊടിപ്പ് വരാൻ ഉള്ളിൽ ഇങ്ങനെ വരാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് മുട്ടിൻ്റെ ഒരു ടെൻഡൻസി വരും. പിന്നെ ഈ പൊട്ടാസ്യം നമ്മൾ ഇടയിൽ കൊടുക്കുന്നത് കൊണ്ട്, പിന്നെ 2-ലും ഉണ്ടല്ലോ, 30, 10, 10-ലും പൊട്ടാസ്യം ഉണ്ട്, അതിൻ്റെയും പിന്നെ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നതും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മുട്ട് വരാൻ തുടങ്ങി. അത് നവംബർ വളം കൊടുത്ത് നന്നായി വന്ന് പല പല ഘട്ടങ്ങളിലായിട്ട് മുട്ട് വരാൻ തുടങ്ങി. അത് പൂവായി വന്നു. ജനുവരി 15 കഴിഞ്ഞപ്പോൾ ആയപ്പോഴേക്കും ഫുൾ ഫ്ലവറിങ് ആയിരുന്നു. ഏകദേശം 2 മാസത്തെ ഇടവേള.
ജനുവരിയിൽ ഫുള്ളായിട്ട് ഫ്ലവർ, ജനുവരി 15-20 ആയപ്പോഴേക്കും ഫുൾ ഫ്ലവറായി. അത് കഴിഞ്ഞു പൂവ് കൊഴിയാൻ തുടങ്ങുക. പിന്നെ അങ്ങനെ കൊഴിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ ആ സമയത്താണ് ഇവിടെ പ്രൂണിങ്ങും അതുപോലെ പൂവ് കൊഴിഞ്ഞതിന് പ്രൂൺ ചെയ്യാത്തത് കൊണ്ട് അതേപോലെ ഗ്രാഫ്റ്റിംഗ് ചെയ്തതും. ഇങ്ങനെ ആ ചെയ്ത സമയത്ത് നമ്മൾ വീണ്ടും വളം കൊടുക്കുക. അതായത് പൂവ് എന്നാണോ കൊഴിഞ്ഞത് അതിനുശേഷം ഒരാഴ്ച ഡ്രൈ ആക്കും. പൂർണ്ണമായിട്ട് നനയും വളം ഒന്നും ഇല്ലാണ്ട് ഡ്രൈ ആക്കിയതിന് ശേഷം വീണ്ടും വളം പ്രയോഗിക്കാൻ തുടങ്ങും. നൈട്രജൻ വളങ്ങൾ ചെറിയ തോതിലൊക്കെ അങ്ങനെ പ്രയോഗിച്ചു തുടങ്ങി. അതായത് ജനുവരി ലാസ്റ്റ് ആണ് പിന്നെ നമ്മൾ വളം തുടങ്ങുന്നത്. ജനുവരി ലാസ്റ്റ് തുടങ്ങി, അതായത് ഫെബ്രുവരി തുടക്കം സമയം ജനുവരി 30 ആയപ്പോഴാണ് വളം രണ്ടാമത് പ്രയോഗിച്ച് തുടങ്ങി. അത് കൃത്യമായി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം 13-30-10 ആദ്യം കൊടുത്ത് DAP കൊടുത്തു, കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ചൊഴിച്ചു ജനുവരി ലാസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 13-27 പൊട്ടാസ്യം കൂടിയ വളം കൊടുത്തു. പൊട്ടാസ്യം നൈട്രേറ്റ് 2 തവണ ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചെടികളിലൊക്കെ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തതിൽ പൊടിപ്പ് വന്നിട്ട് കുറച്ച് സ്ലോ ആവും. മറ്റുള്ളതിൽ നിലവിലുള്ള ചെടികളുടെ മേലെയൊക്കെ ഇങ്ങനെ ചെറിയ തോതിൽ ഇങ്ങനെ മൊട്ട് വന്ന് ഇങ്ങനെ തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ ജനുവരി ലാസ്റ്റ് കൂട്ടാം. ജനുവരി ലാസ്റ്റ് കൂട്ടിയാൽ ഫെബ്രുവരി ലാസ്റ്റ്, മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും എല്ലാ ചെടിയിലും ഇങ്ങനെ മൊട്ട് വന്ന് തുടങ്ങും. ഇതാണ് ഇതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ സമയക്രമം. ഇങ്ങനെ ചെയ്തു. ഇനി മാർച്ച് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇതിൽ ഫുൾ ഫ്ലവർ വന്നു എന്ന് കരുതുക. ഫുൾ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ എല്ലാം റെഡിയായി പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ പൂവ് കൊഴിയാൻ തുടങ്ങും. അപ്പോൾ ആ പൂവ് കൊഴിഞ്ഞ് മാർച്ച് ലാസ്റ്റ് കഴിഞ്ഞ് ഫ്ലവർ ചെയ്തിട്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്കിലൊക്കെ ഫുൾ ഫ്ലവർ കൊഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ ഞാൻ വളപ്രയോഗം കൊടുത്താൽ ഏപ്രിലും കഴിഞ്ഞ് മെയ് ലാസ്റ്റ് ആകുമ്പോൾ, അതായത് മഴ തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നന്നായിട്ട് ഫ്ലവർ വരും. അപ്പം നമുക്കതൊരു ടൈം കുറയും. കാരണം മഴ സമയത്ത് ഫ്ലവർ കൂടുതൽ നിൽക്കില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒരു ചെടിയുടെ ഫ്ലവറിങ് സ്പാൻ ടൈം നമ്മൾ പഠിക്കണം. പിന്നെ അതിൻ്റെ വളത്തിൻ്റെ ക്രമം പഠിക്കണം. ഇതെല്ലാം പഠിക്കണം. അതല്ലാതെ ഒരു പ്രത്യേക മാസത്തിൽ പൂവിട്ടെന്നറിയാൻ, അപ്പം മാർച്ച് മാസത്തിൽ പൂവിട്ടെന്നറിയാൻ ഈ ചായ ഒഴിക്കാനോ ഈ പൊടി ഇടാനോ ഈ മരുന്ന് ഒഴിക്കാനോ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ആ ഒഴിക്കുന്ന സാധനം എന്നുള്ളത് കൃത്യമായി വ്യക്തമായി എങ്ങനെ ചെടികളിൽ പ്രയോജനപ്പെടുന്നു എന്ന് കൂടി പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അതാണ് ആളുകൾക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ നിന്നും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റു വീഡിയോകളും കാണുക. കാരണം പല പുതിയ വീഡിയോകളിലും നല്ല വളപ്രയോഗ രീതികൾ കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രയോഗം സമയം ശരിയാവാത്ത ഒരു ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പറയുന്ന വീഡിയോസ് ധാരാളമുണ്ട്. അല്ലാത്ത പുതിയതായി ചെയ്യുന്ന വീഡിയോയിൽ ഒരു പ്രത്യേക വീഡിയോ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൂവുണ്ടാവും എന്ന് പറയുന്നത്. അത് ഒഴിവാക്കി നമ്മൾ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കുക, പഠിക്കുക, ചെയ്യുക. കൃത്യമായ പരിചരണം, കൃത്യമായ വളപ്രയോഗം, കൃത്യമായ സമയത്ത് ഇത് മുഴുവൻ റെഡി ആയാൽ നിങ്ങളുടെ അടീനിയം ചെടിയും നിങ്ങൾക്കൊരു പൂക്കാലം തരും. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താങ്ക്